ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അതേ കാഞ്ചനയെ പെണ്ണ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അനിൽ. അപ്പോൾ അനിലും നമ്മുടെ കാഞ്ചനയും കൂടെ പേഴ്സണലായിട്ട് സംസാരിക്കാനായിട്ട് രണ്ടുപേരെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനിലിന് സംസാരിക്കാൻ കുറച്ച് പട്ടിയും പൂച്ചയും പശുവൊക്കെ ഉള്ളൂ കേട്ടോ. മൃഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പട്ടയും പൂച്ചയൊക്കെ ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എല്ലാം ചിരിക്കുന്നുണ്ട് കേട്ടോ. അറിയാൻ ചില വിദ്യകളുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ശേഷം അതിന് ശേഷം കാഞ്ചനെ ഞാൻ എല്ലാം പഠിപ്പിക്കാം. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? പിന്നല്ലാതെ. എനിക്ക് കാഞ്ചനെ ഇഷ്ടമായി. തനിക്ക് എന്നെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഓ, ആശ്വാസം. ഇതറിഞ്ഞാൽ എൻ്റെ അമ്മ തുള്ളിച്ചാടും. എൻ്റെ അമ്മയും എന്ന് പറഞ്ഞു കാഞ്ചന. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇവിടെ പശുവും കോഴിയും ഒന്നുമില്ലേ? ഒരൊച്ച അനക്കം ഒന്നും കേൾക്കണില്ലല്ലോ. ആ, ഉണ്ടായിരുന്നോ? ഇപ്പം എല്ലാം നമ്മുടെ ഫാം ഹൗസിലാണ് ഉള്ളത്. ഓഹോ, ആ ഫാം ഹൗസ് കാണാനായിട്ട് എനിക്ക് കൊതിയാവും കേട്ടോ. പിന്നെ നമ്മുടെ ഹണിമൂൺ നമുക്ക് അവിടെ തന്നെ ആക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഹണിമൂണോ? അല്ല, നമ്മുടെ തൊഴുത്ത് നല്ല പായൊക്കെ വിരിച്ച് നല്ല അടിപൊളി തൊഴുത്തിലോ എന്ന് ചോദിച്ചു. പണ്ടത്തെ പോലെ ഒന്നുമല്ല കേട്ടോ. ഇപ്പം നല്ല നല്ല മോഡേൺ തൊഴുത്തുകളല്ല. പശുക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഫാം ഹൗസിൽ എങ്ങനെയാ? കൊള്ളാവോ? എനിക്കറിയില്ല. ആ, അതൊക്കെ പോട്ടെ. അല്ല, ഏതാ ആ കല്യാണം മുടക്കി എന്ന് ചോദിച്ചു എന്നെ വിളിച്ചവൻ. വല്ലം ധാരണയുണ്ടോ? ഏയ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഭാഗം തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, കല്യാണം മുടക്കിയാൾ. അത് ശരിയാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അല്ല, കാഞ്ചന പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. ഓ, ഭാഗ്യം. വെരി ഗുഡ്. പ്രണയം ദുഃഖമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ വീഴാത്തവർ ഭാഗ്യവാന്മാർ. അറിയുക, അങ്ങനെ ഒരു പെണ്ണിനെ തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ഞാനൊരാളെ പ്രണയിക്കാൻ തുടങ്ങി. ആരെ എന്ന് ചോദിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ചനയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. മറ്റാരുമല്ല, ജീവനാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കാഞ്ചന ആകെ ടെൻഷനായിട്ടോ. കട്ടാക്കി. ഇനി അവനായിരിക്കുമോ എന്നിങ്ങനെ ആൻറ്റിലിങ്ങനെ ഓർത്തിങ്ങനെ നിൽക്കുക. ഒരു ഫ്രണ്ടാട്ടോ വിളിച്ചത് എന്ന് പറഞ്ഞു. അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജീവൻ. അപ്പോൾ ഫോൺ കട്ടാക്കിയ ശേഷം അവിടെ വച്ചു. അല്ല, കാഞ്ചന ആരെയോ പ്രണയിക്കുന്നതെന്ന് പറഞ്ഞില്ല. അനിലേട്ടനെ? എന്നെയോ എന്ന് ചോദിച്ചു. ഓ, ഭാഗ്യം. ഞാനാകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. അല്ല, ഈ മൃഗങ്ങൾക്കിടയിലും കടുത്ത പ്രണയമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് 2 കോഴികൾ, അല്ല വേണ്ട, 2 ആടുകൾ നോക്കിക്കേ. ഇങ്ങനെ ഒരു പ്ലാവിലെയൊക്കെ തിന്ന്. അപ്പം അപ്പുറത്തുനിന്ന് മതിയടാ മതി, സംസാരിച്ച് നീ ആ പെണ്ണെ വെറുപ്പിക്കല്ലേ, മതി വാടാ എന്ന് പറഞ്ഞു. പാര. ഓ, കല്യാണം കഴിയുമ്പോഴത്തേനും ഇവനെ ഒന്നും ഞാൻ വീട്ടിൽ കേട്ടില്ല. ഇവനെ മാത്രമല്ല കേട്ടോ, ഒരു കൂട്ടുകാരെയും ഞാൻ, എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ ഒഴിവാക്കൂട്ടോ. കണ്ടോ, എനിക്ക് നീ മതി, നീ മാത്രം മതി എന്ന് പറഞ്ഞു. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. പശു പ്രണയിക്കുന്നതും പട്ടി ചിരിക്കുന്നതും എല്ലാം നിന്നെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. കഴിഞ്ഞില്ലേടാ എന്ന് ചോദിച്ചു. ദാ വന്നു എന്ന് പറഞ്ഞു. ബാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മല്ലിക ചെറിയമ്മയെ വിട്ടേക്കുവാണല്ലോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ. അപ്പോൾ അതേണ്ട മൂരാച്ചി തള്ള നേരെ പോയി വരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. എന്നിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചപ്പം എങ്ങോട്ടാന്ന് പറഞ്ഞാൽ താനെന്നെ ഓട്ടോയിൽ കയറ്റുള്ളൂ. ആ, ഇല്ല, കയറ് എന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകേണ്ടത്? അതെ, എങ്ങോട്ടാ വഴിയെന്ന് ഞാൻ പറയും. ആ വഴിക്ക് താൻ അങ്ങോട്ട് പോയച്ചാൽ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, മനസ്സിലായോ? ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കാഞ്ചനയും ഇവർ സംസാരമൊക്കെ കഴിഞ്ഞ് വന്നു. ഇവരിങ്ങനെ എല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എത്ര നേരമായി സംസാരം. ഇതിനിടയ്ക്ക് കാണും മല്ലികളയമ്മ കാണും കയറി വരുമോ എന്ന് മീനു ഇങ്ങനെ സംശയിക്കുകയാണ്. ഏയ് എന്ന് അർജുൻ. ഇന്നിനി നല്ല മുഹൂർത്തം ഉണ്ടോ? എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. അല്ല, മുഹൂർത്തം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാഞ്ചനെ കെട്ടാം എന്ന് പറഞ്ഞു ഉടനെ അനിൽ. അപ്പം നിനക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമായി എന്നർത്ഥം. ഇഷ്ടമായി. എങ്ങനെ മോളെ, നിനക്കിഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമായി എന്ന് കാഞ്ചനയും പറഞ്ഞു. ഹോ, ഭാഗ്യം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരി, ഞങ്ങളുടെ വീട്ടുകാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. അല്ല, ഇനി എന്താ നോക്കേണ്ടത്? ഇത് നമുക്കങ്ങോട്ട് ഉറപ്പിക്കാന്നേ എന്ന് പറഞ്ഞു അനിലിൻ്റെ അമ്മ. എത്രയും വേഗം തന്നെ കല്യാണം നടത്തണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഒരു വിവാഹ നിശ്ചയ ചടങ്ങ് വേണോ? നല്ലൊരു ജോത്സ്യനെ കണ്ട് ഇനിയിപ്പോൾ അതങ്ങ് ഇന്ന് തന്നെ ഉറപ്പിച്ചൂടെ?
ഇത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. അതെ, രോഗി ഈച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് കൊള്ളാം എന്ന് പറഞ്ഞ മീനും അർജുനും. ഈ മാസം അവസാനത്തെ ഞായറാഴ്ച നല്ലൊരു ദിവസമാണ്, അന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തിയാലോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. ആ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തിയേക്കാം എന്ന് തീരുമാനമായി കേട്ടോ. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അതങ്ങോട്ട് ഉറപ്പിക്കാം. എന്നാൽ ഉറപ്പിച്ചു. നമ്മുടെ അനിലിൻ്റെയും കാഞ്ചനയുടെ കല്യാണം ഈ മാസം 25-ാം തീയതി ഞായറാഴ്ച നമ്മൾ നടത്തുന്നതായിരിക്കും എന്ന് അമ്മാവനും പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പ്രതീക്ഷിച്ചതിലും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റായാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ പിന്നെ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങളെന്താ ഉദ്ദേശിച്ചത്? സ്ത്രീധനത്തിൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചു. ആ അതെ, സ്ത്രീധനമൊന്നും വേണ്ട അല്ലേ മോനെ, നമുക്ക് കാഞ്ചനയെ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അർജുൻ, അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മഹേന്ദ്രൻ പറഞ്ഞപ്പം, അച്ഛാ നമ്മൾ സ്ത്രീധനമൊന്നും വാങ്ങാതെയല്ലേ കല്യാണം കഴിച്ചത്, അച്ഛനത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അർജുനൻ പറഞ്ഞു. അല്ല, ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. കുരങ്ങൻ, കുതിര, ആന ഇവരൊക്കെ സ്ത്രീധനം വാങ്ങിയിട്ടാണോ കല്യാണം കഴിക്കുന്നത് എന്ന് ഈ മനുഷ്യർക്ക് മാത്രം എന്താ ഈ സ്ത്രീധനത്തോട് ഇത്രയും ആർത്തി എന്ന് ചോദിച്ചു അനില്. അല്ല, പട്ടിയും പൂച്ചയൊക്കെ വിവാഹം കഴിക്കാറുണ്ടോ സ്ത്രീധനം വാങ്ങാൻ? കഴിക്കാറുണ്ട്. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാട്ടെ, ഞാൻ അതിനെക്കുറിച്ച് അളിയന് വിശദമാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതത്തിൻ്റെ കിളി പോയി കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മൃഗങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഇവന് 100 നാവാട്ടോ. അതുകൊണ്ടാണേ, വേറൊന്നും, മൃഗാശുപത്രിയിലല്ലേ, ഇച്ചിരി മൃഗസ്നേഹം ഒരു അല്പം കൂടുതലാണ്. പറഞ്ഞ് വെറുതെ വഴി തെറ്റിയതാ. അല്ലങ്ങളെ, കല്യാണം എവിടെ വെച്ച് നടത്തുന്നു അത് പറ. അപ്പോൾ പ്രഭാവതിയോട് നിന്നിട്ട്, വലിയ ആർഭാടമൊന്നും വേണ്ട, ഇവിടുത്തെ ചോലക്കര ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് വിവാഹം നടത്താം. അതെ എന്ന് പറഞ്ഞു. ഓ സന്തോഷം എന്ന് അമ്മയും പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഏതായാലും ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തുന്നത് തന്നെയാണ് നല്ലത് എന്ന് അവരും അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പം കാഞ്ചന ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെങ്കിലും അപ്പോൾ നമ്മൾ തീരുമാനിച്ചതിനൊന്നും മാറ്റമില്ല, വളരെ സിമ്പിളായിട്ട് മതി. എന്തിനാ ഈ ദൂർത്ത്? അത് തന്നെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാം. മതിയെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് പറയാനുണ്ട്. ഞങ്ങൾക്ക് അസൂയാലുക്കൾ ഇത്തിരി കൂടുതലാണ്. കണ്ടില്ലേ, ഒരു കല്യാണം മുടക്കിയ ആ ഫോൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം മുടങ്ങാനായിട്ട് അധികം ആരും അറിയണ്ട. പിന്നെ പറയണ്ടല്ലോ, അതാരോടും തൽക്കാലം പറയണ്ട, ആ വിവാഹ ദിവസം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ, കല്യാണം മുടക്കികൾ പാലയില്ലാ കഥകളും പറഞ്ഞ് മുടക്കാൻ നോക്കുന്നേ. അതുകൊണ്ടാ നമുക്ക് നമ്മളെ അറിയാം, ഒന്നും വിശ്വസിക്കില്ല എന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വിശ്വസിച്ചു പോകും, അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അനിൽ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഇതാരും മുടക്കാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവരും ഭയങ്കര, നമ്മുടെ മല്ലിക ഇളയമ്മ നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിൽ ഏത് സമയത്ത് ചെല്ലുമെന്നറിയില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ, അല്ല ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അതൊക്കെ പിന്നെ ആവാലോ, എന്നാൽ ശരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇവരെ യാത്രയാക്കാൻ ഇവരെല്ലാവരോടും ഇറങ്ങി. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ, ഇനി യാത്രയില്ല എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മല്ലിക അങ്ങോട്ടേക്ക് പറഞ്ഞത്. ഇതുകൊണ്ട് ഇവരാകെ പേടിച്ചു പോയിട്ടോ. അപ്പോൾ വേഗം തന്നിട്ട് കാഞ്ചന നേരെ ഫ്രണ്ടിലോട്ട് കയറി വന്നു. കാഞ്ചനയാണല്ലോ പറഞ്ഞു വിട്ടത് എവിടുന്ന്. ഇളയമ്മ എന്ന് വിളിച്ചു കേട്ടോ. കാഞ്ചനെ, ആരാ ഇവരൊക്കെ? അത് പിന്നെ ഇളയമ്മേ. ആഹാ, കാഞ്ചനയുടെ ഇളയമ്മയാണോ അല്ലേ? നമസ്കാരം ഇളയമ്മേ. ഞങ്ങൾ പെണ്ണ് കാണാൻ വരുന്ന കാര്യം ഇളയമ്മ അറിഞ്ഞിരുന്നില്ല അല്ലേ? എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതെ, വാ ഇറങ്ങാം, നമുക്ക് നല്ല മഴ വരുന്നുണ്ട്, അതിനു മുന്നേ വീട് പിടിക്കണം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ പെട്ടെന്ന് തന്നെ ഇവരെ അവിടുന്ന് സ്കൂട്ടാക്കുകയാണ്. മല്ലികയ്ക്കൊന്നും മനസ്സിലായില്ല. ഇവരെ യാത്ര പറഞ്ഞ് ആക്കി. അപ്പോൾ കാഞ്ചനയ്ക്ക് രാറ്റയൊക്കെ കൊടുത്ത് അവരും എല്ലാം പോവുകയാണ്. എന്താടി ഇത് എന്ന് ചോദിച്ചു അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും. മഹേന്ദ്രനും പ്രഭാവതിയും അർജുനും എല്ലാവരും ഇങ്ങനെ കയറി വന്നു. എന്താന്നാ ചോദിച്ചത്? ഓഹോ, അപ്പോൾ ഇതിനായിരുന്നല്ലേ നീ എന്നെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടത്? ഡ്രസ്സൊക്കെ എടുത്ത് സാവകാശം വന്നാൽ മതി എന്ന് പറഞ്ഞ്. ഇവളെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായാൽ എന്താ കുഴപ്പം? എന്താ എന്നെ ഒഴിവാക്കിയത്? അപ്പം കാഞ്ചനോട് ചോദിക്കുകയാണ്, എന്താടി പറയടി.
അത് പിന്നെ ഇളയമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തടസ്സം പറയുമെന്ന് കരുതി, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി അല്ലേ? കൊള്ളാം, അതെന്ത് പണിയാണ് നീ കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം മറുകണ്ഠം ചാടി നമ്മുടെ മല്ലിക. ഇപ്പോൾ വേഗം എല്ലാവരും ഇങ്ങനെ അടുത്തൊരു ഭൂകമ്പം പ്രതീക്ഷിച്ചോ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാണ്. എന്നാൽ ഇവക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തടസ്സം നിൽക്കുമോ? ഇവളെ സപ്പോർട്ട് ചെയ്യില്ലേ? അതെ, നിൻ്റെ സന്തോഷമല്ലേ മോളെ ഇളയമ്മയുടെ സന്തോഷം. അല്ല, എന്നാലേ സന്തോഷിക്കാനുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. കാഞ്ചനയുടെയും ഇപ്പം ഇവിടെ കാണാമെന്ന അനിലിൻ്റെയും വിവാഹം ഉറപ്പിച്ചു. ഈ മാസം 25-ാം തീയതി ഞായറാഴ്ച, അതായത് ചോലക്കര ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. മനസ്സിലായോ? എല്ലാത്തിനും മുന്നിലൊന്ന് നിന്ന് സഹായിക്കണം. ഉറപ്പായിട്ടും മുന്നിലുണ്ടാവും. എൻ്റെ മോളുടെ കല്യാണം അല്ലേ? അപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്. പേടിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു അഖില. നീ ഒന്നിനും വേണ്ട, പക്ഷേ എങ്കിൽ നീ ഒന്ന് മര്യാദയ്ക്ക് എന്താണെങ്കിലും തുരങ്കം വെക്കാതെ മര്യാദയ്ക്കൊന്ന് നിന്നാൽ മാത്രം മതി എന്ന് മുത്തശ്ശനും പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അകത്തേക്ക് പോയി. അപ്പോൾ കാഞ്ചന, അതെ സോറി ഇളയമ്മേ, ഇളയമ്മ ഇതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുത്. ഇല്ല മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കാണിച്ചു തരാം ഞാൻ. ഇപ്പം ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കും. എന്നിട്ട് നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഒടുക്കം ഞാൻ എല്ലാത്തിനും ഒരു തുരങ്കം പണിയും എന്ന് തീരുമാനിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ മീനു അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ അഖില വിഷമിച്ചിരിക്കുക. എന്താടി, എന്ത് പറ്റി നിനക്കൊരു സന്തോഷമില്ലാത്തത് എന്ന് ചോദിച്ചു. എന്താ കാര്യം ചോദിച്ചാൽ കേട്ടില്ലേ? ഞാൻ അവനെ തല്ലി ചേച്ചി എന്ന് പറഞ്ഞു. ആരെ? എന്തിന്? ഗൗതത്തിനെ തല്ലിയെന്നോ? എന്തിനാ നീ തല്ലിയതെന്നാണ് ചോദിച്ചത്. അവൻ്റെ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി, അവസാനം അറിയാതെ പറ്റിപ്പോയതാ എന്ന് പറഞ്ഞു. എന്തിന്? അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവൻ എന്തൊക്കെയാണ് പറയണത്? അപ്പം അമലിനെക്കുറിച്ച് കൂട്ടി പറഞ്ഞതൊക്കെ ഓർത്ത് ഇങ്ങനെ മീനോട് പറയുകയാണ്. അവൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, പക്ഷേങ്കിൽ നീ തല്ലിയതും തെറ്റാ എന്ന് പറഞ്ഞു. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, നീ ചെന്ന് അവനോട് മാപ്പ് പറ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഈ ബന്ധം വഷളാവും. എനിക്കിത് ജീവിക്കണമെന്ന് പോലുമില്ല. ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. എടി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ അത് വെറുപ്പിച്ച് കളയല്ലേ പൊന്നഖില. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ അവനോട് മാപ്പ് പറയുക. എന്തിന്? ഞാൻ മാപ്പ് പറഞ്ഞിട്ട് വേണം അവൻ വീണ്ടും എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനായിട്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറ്റില്ല, നീ പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അകലെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് മീനും അങ്ങ് ഇറങ്ങിപ്പോവാണ്. നീ സാവകാശം ആലോചിച്ച് നോക്ക്. ഓരോ നിമിഷവും അകലേക്ക് ആകെ സങ്കടങ്ങൾ മാത്രമാട്ടോ ഉള്ളത്. പിന്നെ കാണുന്നത് ജീവനെയാണ്. അപ്പോൾ ജീവന് എത്ര വിളിച്ചിട്ടും കാഞ്ചന എടുക്കുന്നില്ല. അവസാനം നമ്മുടെ മോഹിനിയെ വിളിക്കുകയാണ്. എന്താടാ, എന്തിനാ വിളിച്ചത്? അല്ല, ആ കാഞ്ചനയ്ക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? അത് നീ എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. മോഹിനി ചൂടാവുകയാണ്. അല്ല, ഞാനിന്ന് അവളെ വിളിച്ചിട്ട് എടുത്തതുമില്ല, അവളെ പുറത്തേക്കെങ്ങും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ അവിടെ നിൽക്കുക. എന്താണെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല. നീ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മോഹിനി വെച്ചു. അപ്പോൾ നേരെ മോഹിനി താഴോട്ടിറങ്ങി ചെല്ലുകയാണ്. രാജേന്ദ്രന് എന്തോ ഒരു അസുഖം. അപ്പോൾ കയ്യിലെ പോക്കറ്റിലൊക്കെ ഗുളിക കിടപ്പുണ്ട്. ആരും വരുന്നില്ല എന്ന് ഉറപ്പിച്ച ആൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാലു വരുന്നത്. വേഗം തന്നെ അതെടുത്ത് പോക്കറ്റിലിട്ടു. എന്താ രാജേന്ദ്രേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. ഒരു ക്ഷീണവും മാലു, ഞാൻ ഓവറോൾ റൈറ്റാണ്. പക്ഷേ എന്തോ ഒരു പന്തികേട് പോലെ. അല്ല, പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം കാണാതിരിക്കുമോ? അതിനെങ്ങും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോഹിനി വരുന്നത്. മോഹിനി അങ്ങോട്ട് വന്നിട്ട്, അല്ല കാഞ്ചനയ്ക്ക് എന്തെങ്കിലും വയ്യാഴികയുണ്ടോ ഏട്ടാ എന്ന് ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ പറയുന്ന കേട്ടു, ഒന്ന് വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ അതിശയത്തോടെ ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.